ഭൂമിയിലെ വെള്ളം ചൂടുകൊണ്ട് നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു. ഈ നീരാവി മേഘമായി വായുവിൽ സഞ്ചരിക്കും. സഞ്ചാരത്തിനിടെ എങ്ങനെയെങ്കിലും തണുക്കാനിടയായാൽ നീരാവി വീണ്ടും വെള്ളമാകും. ഈ വെള്ളത്തുള്ളികൾക്ക് വായുവിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് നേരെ താഴേക്ക് പോരും. ഇതാണ് മഴ. എവിടെ വെള്ളമുണ്ടോ അവിടെ നിന്നൊക്കെ നീരാവിയുമുണ്ടാകും. ബാഷ്പീകരണം എന്നാണിതിന് പേര്. പുഴയിലും കടലിലും ഇലക്കുമ്പിളിൽ വീണുകിടക്കുന്ന വെള്ളത്തിൽ നിന്നും വരെ ബാഷ്പീകരണത്തിലൂടെ നീരാവിയുണ്ടാകും. ചെടികളും മരങ്ങളുമൊക്കെ വലിച്ചെടുക്കുന്ന വെള്ളത്തിൻ്റെ ഒരു പങ്കും ഇലകളിൽ നിന്ന് അന്തരീക്ഷത്തിലേക്കെത്തും. ചെടികൾ ഭക്ഷണമുണ്ടാക്കുന്ന പ്രകാശ സംശ്ലേഷണ സമയത്താണിത് സംഭവിക്കുന്നത്. എന്തിനേറെ, നമ്മൾ ശ്വസിക്കുമ്പോൾ പോലും കുറേ ജലകണങ്ങളെ അന്തരീക്ഷത്തിലേക്ക് വിടുന്നുണ്ട്. മുകളിലേക്ക് പോകുന്ന വെള്ളമെല്ലാം മഴയായി താഴേക്ക് വരാനുള്ളതാണ്. ഭൂമിയിലെത്തുന്ന വെള്ളം വീണ്ടും നീരാവിയാകും, മുകളിലേക്കുയരും, വീണ്ടും മഴയായി താഴേക്ക് പോരും. ഈ പരിപാടി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വെള്ളത്തിൻ്റെ ഈ കറക്കത്തിന് ശാസ്ത്രജ്ഞർ ഒരു പേരിട്ടിട്ടുണ്ട്: ജലചക്രം അഥവാ ജലചക്രം അഥവാ ഹൈഡ്രോളജിക് സൈക്കിൾ. വെള്ളവും ചൂടും ചേർന്നുള്ള ഒരു കളിയാണ് മഴയെന്നും മനസ്സിലായില്ലേ? ഇവരുടെ കൂടെ കളിക്കുന്ന ഒരു വിരുതൻ കൂടിയുണ്ട്: വായു. മഴയുടെ വരവിലും പോക്കിലുമൊക്കെ വായുവും ചലിക്കുന്ന വായുവായ കാറ്റും വഹിക്കുന്ന പങ്ക് ഒട്ടും ചെറുതല്ല. മഴ മാത്രമല്ല, കാലാവസ്ഥ തന്നെ. വായു, വെള്ളം, ചൂട് എന്നീ മൂന്ന് വിരുതന്മാരുടെ കളിയാണ്. മഴയ്ക്കു കാരണമാകുന്ന ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെ പലതായി തിരിച്ചിട്ടുണ്ട്. പല പേരുകളിൽ ന്യൂനമർദ്ദം കൊണ്ട് മഴ പെയ്തുവെന്ന് പത്രങ്ങളിൽ വായിച്ചിട്ടില്ലേ? സൈക്ലോൺ എന്നറിയപ്പെടുന്ന ന്യൂനമർദ്ദ മേഖലയാണ് മഴയുടെ കാരണക്കാരനെങ്കിൽ ആ മഴയെ ന്യൂനമർദ്ദ മഴ അഥവാ സൈക്ലോണിക് റെയിൻ എന്നാണ് വിളിക്കുക. ചൂടുള്ള വായുവോ തണുത്ത വായുവോ ചലിക്കുമ്പോഴാണ് അന്തരീക്ഷത്തിൽ ന്യൂനമർദ്ദമുണ്ടാകുന്നത്. അതേ തുടർന്ന് മഴയും. ചൂടുള്ള വായു ഉയരുന്ന സ്ഥലത്തെ മഴയ്ക്ക് ഫ്രണ്ടൽ റെയിൻ എന്നാണ് പേര്. തണുത്ത വായു നീങ്ങുന്ന സ്ഥലത്തെ മഴയ്ക്ക് നോൺ ഫ്രണ്ടൽ റെയിൻ എന്നും. തണുത്തതും സാന്ദ്രതയേറിയതുമായ പ്രദേശത്തുകൂടി ചൂടുള്ള നീരാവി നിറഞ്ഞ വായു കടന്നു പോകുമ്പോൾ പെയ്യുന്ന മഴയുണ്ട് സംഭരണ മഴ അല്ലെങ്കിൽ കൺവെക്റ്റീവ് റെയിൻ എന്നാണിതിന് പേര്. ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഈ മഴ പെയ്യുന്നത്. പാഞ്ഞു പോകുന്ന മഴമേഘങ്ങളെ കൂറ്റൻ പർവ്വതങ്ങൾ തടഞ്ഞു നിർത്തിയും മഴ പെയ്യിക്കാറുണ്ട്. ഇവ പർവ്വതജന്യ മഴകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വസന്തം, ഗ്രീഷ്മം, ശരത്, ഹേമന്തം എന്നിങ്ങനെ 4 കാലങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ടെങ്കിലും കേരളത്തിൽ കാര്യമായുള്ളത് 2 കാലങ്ങളാണ്: മഴക്കാലവും വേനൽക്കാലവും. മഴക്കാലം ഒന്നല്ല, 3 ഉണ്ടെന്നും നമ്മുടെ ഒരു സവിശേഷതയാണ്. ഇടവപ്പാതി, തുലാവർഷം, പിന്നെ വേനൽ മഴയും. കടുത്ത വേനൽക്കാലം 3 മാസങ്ങളിൽ ഒതുങ്ങും: മാർച്ച്, ഏപ്രിൽ, മെയ്,
അറബിക്കടലിൻ്റെയും സഹ്യപർവ്വതത്തിൻ്റെയും ഇടയ്ക്കുള്ള കേരളത്തിൻ്റെ സ്ഥാനമാണ് ഈ കാലാവസ്ഥയ്ക്കു കാരണം. ഭൂമധ്യരേഖയോടുള്ള അടുപ്പവും ഈ പ്രധാന കാരണമാണ്.